എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പൂമീൻ എങ്ങനെ കറി വെക്കാമെന്നാണ്. ഈ പൂമീന് വേറൊരു പേരുണ്ട്, മിൽക്ക് ഫിഷ് എന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കിട്ടിയിരിക്കുന്ന പേര്. നമ്മൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടെ എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിനകത്തിട്ട് നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടി നമ്മൾ ചൂടാകാൻ വെച്ചിട്ട് അതിനകത്ത് വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴാണ് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് കണക്ക് ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചട്ടിയിലെ വെള്ളമെല്ലാം പോയി. നമ്മൾ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇതേ നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിൻലി നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്, വെളിച്ചെണ്ണ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. നമ്മൾ ആ ചൂടായി വരുന്ന എണ്ണയിലേക്ക് കുറച്ച് ഉലുവയാണ് കേട്ടോ, ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിള്ളേരുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് എണ്ണ ചൂടാകുന്നതും ഉലുവ ഇട്ടതിൻ്റെ ആ ഒരു സൗണ്ടൊന്നും കേൾക്കാത്തത്. നമ്മൾ ഈ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ച് ഇതെല്ലാം കൂടെ അതിനകത്തോട്ടങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ളത് ഇടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലെ ജലാംശം മൊത്തം വെളിയിൽ വന്നിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. ഇനി നമ്മൾ കഴുകി വെച്ചിരുന്ന പുളി, കുടംപുളിയാണ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് മല്ലിപ്പൊടിക്ക് നന്നായിട്ട് കുറച്ച് സമയം വേണം അതൊന്ന് മൂത്ത് വരാനായിട്ട് അല്ലേ. അതുകൊണ്ട് അത് നേരത്തെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ സ്മെല്ലൊക്കെ മാറി വന്ന് കഴിഞ്ഞിട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നീട് ഇടുന്നത്. മല്ലിപ്പൊടി ഇട്ട് റെഡിയായി കഴിഞ്ഞ് ഇത് ഇപ്പോൾ ഇട്ട് മുമ്പേ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും മഞ്ഞൾപ്പൊടിയെന്ന്. ഇപ്പോൾ ഇട്ടത് കുരുമുളക് പൊടിയാണ്, ഇത് മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് ചേർത്തോളുക. ഞാനിത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് എരിവ് മതി, പക്ഷെ നമുക്ക് മീനിൻ്റെ ആ ഒരു കളർ അത് കണക്ക് തന്നെ കിട്ടണമല്ലോ. അതുപോലെ നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു മീൻകറിയും വേണം. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഞാൻ ഓൾറെഡി മുളക് പൊടി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്മെല്ലിൽ അറിയാൻ പറ്റും. നമ്മൾ അന്നേരം എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. ഒരുവിധം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടും. ഇത് ഞാനൊരു പച്ചമുളക് ഒരു കാണാനുള്ള ഭംഗിക്കും പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അങ്ങനെ കിട്ടും. എരിവ് നമുക്ക് വരത്തില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു പച്ചമുളക് ഇട്ട് അത് അങ്ങനെ ആവിയിൽ വെന്ത് വരുമ്പോഴത്തെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ചമുളക് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒത്തിരി എരിവ് എനിക്ക് വേണ്ട, കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല എരിവായിപ്പോൾ. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറി. നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ മീനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ മീനിൻ്റെ മേളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. തവി കൊണ്ട് ഇളക്കാൻ അറിയാവുന്നവർ മാത്രം തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അറിയാത്തവർ നമ്മൾ തുണി പിടിച്ചിട്ട് ഇളക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും.
ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒരു തിളയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അതും കൂടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തും ഒഴിച്ചിട്ട് വെക്കാവുന്നതാണ്. ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരത്തൊന്നുമില്ല. നമ്മളത് സിമ്മിലോട്ടിട്ടിട്ട് ഒരു ഇഡലിക്കുട്ടത്തിൻ്റെ അടപ്പൊക്കെ എടുത്ത് നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ച് വെച്ചിരിക്കുന്നത്. അടച്ച് വെച്ചത് നന്നായിട്ട് തിളച്ച് വരണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പെല്ലാം പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണം. നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വന്ന് ലൈക്ക് ഇടുക.